വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കീമ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് സോയ ചങ്ക്സ് കീമ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒട്ടും വെള്ളം പാടില്ല. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ സോയ ചങ്ക്സ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സോയ ചങ്ക്സ് കീമ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് കീമ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മസാലയാക്കി എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം, അതായത് വലിയ ജീരകം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 8 ചെറിയ ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ട് അത് കൂടി ചേർത്തിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ സവാള ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഇട്ടൊന്ന് വഴറ്റിയ ശേഷം സവാള ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാളയായാലും മതിയാവും. എന്തായാലും സവാള കുറച്ചധികം ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്നു വന്ന ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ഗോൾഡൻ കളറാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടും. അപ്പോൾ ബാക്കി ഇനി മസാലകളെല്ലാം നമുക്ക് ഇതൊന്ന് നന്നായി വഴന്നു വന്നതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബീഫ് ഉലർത്ത് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റേണിൻ്റെ ബീഫ് ഉലർത്ത് മസാല അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മസാല കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ബീഫ് ഉലർത്ത് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാലയും ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായി വഴറ്റാം. തക്കാളി കൂടി ഇട്ട് നന്നായി വഴറ്റിയ ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും. തക്കാളിയൊക്കെ ഒന്ന് നന്നായി ഉടഞ്ഞു വരണം. ഇപ്പോൾ 2 മിനിറ്റ് നേരം കഴിഞ്ഞു. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് തക്കാളിയൊക്കെ ഉടച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് തക്കാളി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായി അരച്ചെടുത്ത ശേഷം ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വഴറ്റിയെടുത്താലും മതി. അപ്പോൾ എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് സോയ ചങ്ക്സ് കീമ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും, ഒരുപാട് സമയമൊന്നും വേണ്ട. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് കീമ മസാലയായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു 1-2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മല്ലിയില നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സൊക്കെ ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയും മതിയാവും. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ സോയ ചങ്ക്സ് കീമ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.
വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസ് കാണുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്